കണ്ണൂർ ജില്ലയിൽ ഇതാക്കുന്ന ഏറ്റവും ലോ ബഡ്ജറ്റിൽ കുറഞ്ഞ പൈസക്കാണ് നിങ്ങൾക്ക് സ്ഥലം കൊണ്ടുവന്നിട്ടുള്ളത്. 2.5 ഏക്കർ സ്ഥലമുള്ള 2.5 ഏക്കർ സ്ഥലത്തിന് ഇതിന്റെ ഓണർ ചോദിക്കുന്ന പൈസ വെറും 8.5 ലക്ഷം റുപ്യാണ് ചോദിക്കുന്നത് കേട്ടോ. അത് ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു 10 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങണ പൈസ നമുക്ക് ഇതിന് 1 സെന്റിന് വരുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലോ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാണ്ടതാക്കുന്നത് ഈ കാണുന്ന ഞങ്ങളെ നമ്പറിൽ എളുപ്പം വിളിച്ചോളിട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം പോരി. അപ്പൊ നമ്മളെ വഴി എന്ന് പറഞ്ഞെടുത്താ കാണിച്ചെടുത്താ വഴി ഇതാണ് റോഡ് കേട്ടോ. അങ്ങോട്ട് വരാനുള്ള റോഡാണ്, കോൺക്രീറ്റ് റോഡാണ്. ഇപ്പൊ ഈ കോൺക്രീറ്റ് റോഡ് ഇതാക്കണം ജസ്റ്റ് ഒരു 50 മീറ്റർ നടക്കാൻ ദൂരത്തിന് അവിടെയാണ് സ്ഥലം വരുന്നത്. കുറച്ച് ദൂരം ഇങ്ങനത്തെ മണ്ണ് റോഡാണ് വരുന്നത്. അപ്പൊ നമുക്ക് പോയിട്ട് സ്ഥലവും കാര്യങ്ങളും ഡീറ്റെയിൽ ഒന്ന് പോയിട്ട് നോക്കാം. അപ്പൊ നമ്മൾ പ്ലോട്ടിലോട്ട് പോണ വഴി ചെറിയൊരു കാട്ടരുവി ഉണ്ട് കേട്ടോ, ഒരു അരുവി ഒഴുകുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ഇതിനകത്തോട്ട് ഓഫ് റോഡ് വണ്ടികളാണ് പോവുക, ജീപ്പ് പോലത്തെ വണ്ടികളൊക്കെയാണ് പോവുക കേട്ടോ. സ്ഥലം എന്താ ഇവിടെ തന്നെ അടുത്ത് തന്നെ ആയി. സ്ഥലത്തിന്റെ അതിര് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ കിടക്കുക. അതിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നില്ല. മൊത്തം 2.5 ഏക്കർ സ്ഥലമാണ് വരുന്നത്. ഈ ഒരു പ്ലോട്ട് വരുന്നത് നമ്മളെ കണ്ണൂർ, ആലക്കോട്, ഉദയഗിരി എന്നൊരു 6 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത് കേട്ടോ. മൊത്തം 2.5 ഏക്കർ സ്ഥലമാണ്. അതിനകത്തൊരു 1 ഏക്കർ 75 സെന്റ് സ്ഥലത്തിനാണ് ആധാരം ഉള്ളത്. പിന്നെ ഇതാക്കുന്ന പ്ലോട്ടിന്റെ ഫ്രണ്ട് തന്നെ, സ്ഥലത്തിന്റെ ഫ്രണ്ട് തന്നെ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് ഭാവിയിൽ വേണമെങ്കിൽ കറണ്ടിന്റെ കണക്ഷൻ ഒക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ വേറെ ചെലവും കാര്യങ്ങളൊന്നും ഇല്ല. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ നിങ്ങളൊരു ഫാം ഒക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പന്നി ഫാമോ അതല്ലെങ്കിൽ കോഴി ഫാം ഒക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ കിടിലൻ ഒരു പ്ലോട്ടാണ്. പിന്നെ റോഡ് കുറച്ചൊരു റോഡൊന്ന് ലെവലാക്കി കഴിഞ്ഞാൽ ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ പ്ലോട്ടിലോട്ട് എത്താനുള്ള റോഡ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അതെ, ഇപ്പൊ നിലവിൽ ഓഫ് റോഡ് വണ്ടി വരുള്ളൂ. ലെവലാക്കി കഴിഞ്ഞാൽ ഒരു 50 മീറ്റർ മാത്രം. അത് നമുക്കൊരു JCB ഒക്കെ വിളിച്ചെന്ന് റോഡൊന്ന് ലെവലാക്കി കഴിഞ്ഞാൽ സംഭവം ക്ലിക്കാണ്. നല്ല കിടക്കാച്ചായിട്ട് നമ്മളെ പ്ലോട്ടിലോട്ട് ഏത് കാറോ ജീപ്പോ ബൈക്കോ ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് വരികയും ചെയ്യും അല്ലേ? അതെ. ഇനി വെള്ളത്തിന്റെ സൗകര്യത്തിന് ഇപ്പോൾ അടുത്തുള്ള വീട്ടുകാരൊക്കെ ഇപ്പൊ ചോലന്ന് പൈപ്പുകളാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതിന്റെ കാരണം എന്താ പറഞ്ഞത്? ഇത്രയും നല്ല ശുദ്ധമായ വെള്ളം കിട്ടുമ്പോ വേറെ ബോർവെല്ലും കിണറും ആക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാ പറഞ്ഞത്. അത് 365 ദിവസം നമ്മളെ കയറി വരുമ്പോൾ ഒരു ചോല കണ്ടിട്ടുണ്ടായിരുന്നു. ആ ചോലയിൽ 365 ദിവസം അവർക്ക് അതിനകത്ത് വെള്ളം സൗകര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് കിണറോ ബോർവെല്ലോ കുത്തി കഴിഞ്ഞിട്ട് വെറുതെ പൈസ ചെലവാക്കണ്ടെന്നാണ് ഓര് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോ നിങ്ങൾ ഒരു ഫാമോ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ബോർവെല്ലോ കിണറൊക്കെ ആയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെള്ളം കിട്ടും. വെള്ളം കിട്ടുന്ന ഏരിയ ഇനി വരെ നമുക്ക് സ്ഥലത്തോട്ടും പോയി നോക്കട്ടോ. അപ്പൊ ഇപ്പൊ നമ്മള് പറമ്പിന്റെ ഉള്ളിലാണ് നിക്കണത് കേട്ടോ. പറമ്പിന്റെ ഏകദേശം സെന്റർ ഭാഗത്താണ് നിക്കുന്നത്. സംഭവം എന്തൊക്കെ നോക്കാനൊന്നും ആളില്ല. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഈ കാടൊക്കെ പിടിച്ച് കിടക്കണുണ്ടല്ലോ നിങ്ങള്. സ്ഥലത്തിനൊരു വൃത്തി കമ്മിയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കാണുമ്പോ ഉണ്ടാവും. പോണൊരു സ്ഥലത്തില്ല, അതുകൊണ്ട് നോക്കാൻ ആളില്ല. അപ്പൊ ഇങ്ങനെ കിടക്കാണ്. നിലവിൽ ഇപ്പൊ ഇതിനകത്ത് ഒരു 10-15 തെങ്ങ്, നല്ല കായ്ക്കണ തെങ്ങുണ്ട്. പിന്നെ അതേപോലെ ഇതാക്കണം, അതിലെല്ലാം ഫുള്ള് കശുമാവാണ് കേട്ടോ. ഇതേപോലത്തെ തെങ്ങുകളുണ്ട് ഏകദേശം ഒരു 10-15 എണ്ണം. കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല കിടക്കാച്ചായിട്ട് നല്ല അത്യാവശ്യം നല്ല വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. പിന്നെതാ കശുമാവാണ് ആ കാണട്ടോ. അതിലൊക്കെ കാണുന്ന കശുമാവാണ്. അത്യാവശ്യം വേണ്ട വരുമാനം അല്ലേ, കുറച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് തന്നെയാണ്. കശുവണ്ടിയൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ? അതെ, കശുവണ്ടി. പിന്നെ മൊത്തത്തിൽ നമുക്കിപ്പോൾ ഒരു കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം കുറച്ച് കാടായിട്ട് കിടക്കാണ്ട് നിങ്ങൾ ഇതിന്റെ ഇതാണ് ഇങ്ങനെ ആയിട്ട് കിടക്കുകയാണ്. സാധാരണ നമ്മൾ ഓരോ പ്ലോട്ടിലോട്ടും ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ അരു മുക്കും പോലെ സകല സ്ഥലത്ത് നമ്മൾ എത്തണാണ്. പക്ഷെ ഇന്നത്തെ നമ്മൾക്ക് ഈ ഒരു സ്ഥലത്ത് നമുക്ക് എല്ലായിടത്തും എത്താൻ പറ്റൂല. കാരണം കാടാണ്, നിങ്ങൾക്ക് കണ്ടാ അറിയാലോ. പിന്നെ നമുക്ക് ഇവിടുന്ന് നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. ആ മാവൊക്കെ മാറ്റി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന നല്ല കിടിലും പ്ലോട്ടാണ്. അതുപോലെ നമുക്ക് ഹോം സ്റ്റേയോ റിസോർട്ടോ അങ്ങനെ എന്തെങ്കിലും ഹോം സ്റ്റേ അല്ലെ പുതിയ ഹട്ടുകളൊക്കെ ആക്കിയിട്ട് അങ്ങനെയൊക്കെ അതിനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ടൂറിസ്റ്റ് ഏരിയയും കൂടിയാണ്. അതുപോലെ തന്നെ ഫാം ടൂറിസം ഒക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന കിടിലം പ്ലോട്ട്. പിന്നെ പന്നി ഫാം തുടങ്ങാം, പശു ഫാം തുടങ്ങാം. പിന്നെ നമുക്ക് അടുത്ത് 2 വീടുകളൊക്കെ ഉള്ളൂന്നാണ് അല്ലെ? അടുത്ത് ചുറ്റും ഒക്കെ നമുക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്താൽ നമുക്ക് താഴെയുള്ള 2 വീടുകൾ കാണിച്ചു കൊടുക്കാം അല്ലേ? അപ്പൊ നമ്മളത് അവിടുന്നാണ് വന്നിട്ട് അവിടുന്ന് വന്ന് ഏകദേശം അങ്ങനെ വരണം. അതിന്റെ ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് അവിടെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഉണ്ട്. അടുത്തൊക്കെ ഒരുപാട് 2-3 വീടുകളൊക്കെ ഉണ്ടല്ലേ ഈ ഒരു ഭാഗത്തോട്ട്. ഇങ്ങോട്ട് 2 വീടുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കണ്ടില്ലെങ്കിൽ നല്ല വ്യൂ ഉള്ള സ്ഥലം കണ്ടോ. നല്ല കിടിലം വ്യൂ ഉള്ള സ്ഥലമാണ്. നമ്മളെ പ്ലോട്ടിന്റെ ഏകദേശം ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കണ്ടല്ലോ നിങ്ങള്. നമ്മളെ ഈ ഒരു പ്ലോട്ടിന്റെ അതിനകത്തുള്ള മരങ്ങളും ആ കാടും മൊത്തത്തിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് നീറ്റായി കഴിഞ്ഞാൽ നല്ല കിടിലം വ്യൂ ഉള്ള സ്ഥലമായി കിട്ടോ. പിന്നെ മെയിൻ കറണ്ടിന്റെ കണക്ഷനാണ്. കറണ്ട് ഉണ്ട് നമുക്ക് പ്ലോട്ടിൽ. കറണ്ട് എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കറണ്ടും ഉണ്ട്, വഴിയുണ്ട്. വഴി വേണേ കുറച്ചൊന്ന് ലെവലാക്കി കോൺക്രീറ്റ് ഒക്കെ ഇട്ടൊന്ന് സെറ്റ് ആക്കി കഴിഞ്ഞാണ്ടല്ലോ മുതല് സ്ഥലമായിരിക്കും. ആ പോസ്റ്റ് ഇല്ലേ, അത്രയും ദൂരം നമുക്ക് ഇതിന്റെ ഫ്രണ്ടേജ് തന്നെ കിട്ടുന്നുണ്ട്. ആ പോസ്റ്റ് അല്ലേ? ഫ്രണ്ടേജ് നല്ല നീളം ഉണ്ട് അല്ലേ? അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട്. ഇതേമാതിരി കിടക്കുന്ന ഒരു 2.5 ഏക്കർ സ്ഥലം, 1 ഏക്കർ 75 സെന്റ് സ്ഥലത്തിനാണ്
ആധാരമുള്ളത്. 1 ഏക്കർ 75 സെന്റ് സ്ഥലത്തിന് ആധാരമുള്ളത് വെറും 8.5 ലക്ഷം ഉറുപ്പിയാണ് ചോദിക്കുന്നത്. അതും ഈ 2.5 ഏക്കർ സ്ഥലത്തിന് എവിടെയെങ്കിലും കിട്ടും നിങ്ങൾക്ക് ഇതേമാർക്ക് സ്ഥലം, അതും നമ്മളെ കണ്ണൂർ കേട്ടോ. അപ്പോൾ ഇതുവരെയാണ് ഇതിൻ്റെ ഏകദേശം ഒരു ഫ്രണ്ടേജ് എന്ന് പറഞ്ഞാൽ കേട്ടോ. നമുക്ക് കറണ്ട് എടുക്കാനുള്ള സൗകര്യത്തിന് ഇലക്ട്രിക് പോസ്റ്റും കാര്യങ്ങളെല്ലാം നമുക്ക് പ്ലോട്ടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അവിടെ ഇപ്പോൾ നമ്മളൊരു വീട് കണ്ടത്, പിന്നെ തകണ് ഇവിടെ ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഒരു വീടുള്ളത്. അപ്പൊ ഇങ്ങനെ സ്ഥലം കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്ന നല്ല കിടിലൻ പ്ലോട്ടാണ് കേട്ടോ. റിസോർട്ട് ഹോം സ്റ്റേ ഒക്കെ തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ്, പിന്നെ ഫാമിന് പറ്റിയ സ്ഥലമാണ്, പിന്നെ റോഡ് ഇതാക്കണം, ടാറിങ് പാസ്സായി കിടക്കുന്ന റോഡാണ്, പഞ്ചായത്ത് റോഡാണ്. പിന്നെ മൊത്തം 2.5 ഏക്കർ സ്ഥലമാണ് വരുന്നത്. അതിനകത്ത് 1 ഏക്കർ 75 സെന്റ് സ്ഥലത്തിനാണ് ആധാരവും കാര്യങ്ങളൊക്കെ ഉള്ളത്. മൊത്തം 2.5 ഏക്കർ സ്ഥലത്തിനാണ് ചോദിക്കുന്നത് 8.5 ലക്ഷം ഉറുപ്പിക ചോദിക്കുന്നത്. മൊത്തത്തിൽ ചോദിക്കുന്ന പൈസ കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓണർ നമ്പർ ഞങ്ങൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, ഓണർ നമ്പറിൽ വിളിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് പടപെടാണ്ട് വിളിച്ചോളിട്ടോ. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിന് ഞങ്ങളെ നമ്പറിൽ വിളിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.